ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 21 വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നാളെ രാവിലെ 8 മണിക്കാണ് കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. 2 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ആദ്യ ഷോ 11 മണിക്ക് മുമ്പ് തന്നെ അവസാനിച്ച് സിനിമയെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതുമാണ്. സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗ് ലോകമെമ്പാടുമായി പുരോഗമിക്കുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രകാരം കേരളത്തിൽ ഓപ്പണിംഗ് പ്രീസെയിലായി ലഭിച്ചിരിക്കുന്നത് 9 കോടിക്ക് മുകളിലാണ്. കേരള പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 12 കോടിയുമായി എമ്പുരാൻ തന്നെയാണ്. 8 കോടി 80 ലക്ഷം പ്രീസെയിലുമായി 2ാം സ്ഥാനത്തുണ്ടായിരുന്ന തളപതി വിജയിന്റെ ലിയോ 3ാം സ്ഥാനത്തേക്കും 8 കോടി 5 ലക്ഷം പ്രീസെയിലുമായി 3ാം സ്ഥാനത്തുണ്ടായിരുന്ന രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയെ 4ാം സ്ഥാനത്തേക്കും പിന്തള്ളി ദൃശ്യം 3 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിൽ 30 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിരളത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി 72 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. 6ാം ദിവസമായത് ബുധനാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 കോടി 70 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 6 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 5 ദിവസം കൊണ്ട് 73 കോടി 38 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 13 കോടി 21 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5 ദിവസം കൊണ്ട് 17 കോടി 98 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 3 ലക്ഷം രൂപയും നേടിയെടുത്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 116 കോടി 32 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 5 ദിവസം കൊണ്ട് $5.27 മില്യൺ, അതായത് 50 കോടി 57 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തത് 166 കോടി 89 ലക്ഷം രൂപയാണ്. ഇനി 6ാം ദിവസം എന്ന ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് 9 കോടി റേഞ്ചിലാണ്. അങ്ങനെ സിനിമ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ തമിഴ്നാട്ടിൽ 82 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലാണ്. 6 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 182 കോടിക്ക് മുകളിലാണ് കറുപ്പ് നേടിയെടുത്തിരിക്കുന്നത്. മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച ഹോൾഡിങ്ങിനകത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സെറിൻ ഷിഹാബ്, റിയ ഷിബു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 24 കോടി 85 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 7ാം ദിവസം കൂടിയായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 2 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 26 കോടി 85 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ 7 ദിവസം പിന്നിടുമ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ലോകമെമ്പാടുമായി ആദ്യ 7 ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 53 കോടി റേഞ്ചിലുമാണ്. പേട്രിയറ്റ്, ദൃഢം, മധുദു എന്നീ സിനിമകളൊക്കെ ഏകദേശം ഫൈനൽ റണ്ണിലെത്തിക്കഴിഞ്ഞു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മെയ് 1 തിരഞ്ഞെടുത്ത പേട്രിയറ്റ് എന്ന സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ 29 കോടി 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 20ാം ദിവസം എന്ന ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 4 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 29 കോടി 24 ലക്ഷം രൂപയാണ് പേട്രിയറ്റിന്റെ കേരള കളക്ഷൻ. സാക്കിനക്കിന്റെ ഡാറ്റ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 79 കോടി 86 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷെയ്ൻദഗൻ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം തിയേറ്ററിലെത്തിയത് മെയ് 8 ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് 3 കോടി 82 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. 13ാം ദിവസം എന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 കോടി 87 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി 90 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ 23 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ 6 കോടി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടി 85 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 48 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 129 കോടി 54 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കളക്ഷനാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 234 കോടിക്ക് മുകളിലുമാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.